കഴിഞ്ഞ 2 കളികളിലും മിന്നും പ്രകടനമായിരുന്നു സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസർ എഫ്സിയുടെ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയത്. 2 മത്സരങ്ങളിലും ഇരട്ട ഗോളുകൾ നേടി ടീമിന്റെ കിടിലൻ വിജയങ്ങൾക്ക് പിന്നിൽ നിർണായക പങ്കുവഹിക്കാനും താരത്തിന് കഴിഞ്ഞു. തിങ്കളാഴ്ച അൽ സദിന് എതിരായ AFC ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും ക്രിസ്ത്യാനോയിൽ നിന്ന് ആരാധകർ സമാന പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ടീം ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ താരത്തിന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. പകരക്കാരുടെ നിരയിൽ പോലും ക്രിസ്ത്യാനോ ഇല്ലാതിരുന്നത് ആരാധകരെ വല്ലാതെ നിരാശയാക്കി. എന്തെങ്കിലും ഫിറ്റ്നസ് പ്രശ്നം മൂലമാണോ ക്രിസ്ത്യാനോ ഈ മത്സരത്തിൽ കളിക്കാത്തത് എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ. എന്നാൽ താരത്തിന്റെ അഭാവത്തിന് കാരണം ഇതൊന്നുമല്ല. അൽ സദിന് എതിരായ AFC ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നിന്ന് ക്രിസ്ത്യാനോയ്ക്ക് അൽ നസർ വിശ്രമം അനുവദിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പരിശീലകൻ സ്റ്റെഫാനോ പിയോളിയുടെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇതിന് പിന്നിൽ. AFC ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ആദ്യ 5 മത്സരങ്ങളിൽ 4 ജയവും 1 സമനിലയും സ്വന്തമാക്കിയ അൽ നസർ നേരത്തെ തന്നെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിരുന്നു. ഇതുകൊണ്ട് തന്നെ അൽ സദിന് എതിരായ മത്സരം അൽ നസറിനെ സംബന്ധിച്ച് അത്ര പ്രധാനമല്ല. ക്രിസ്ത്യാനോയാകട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകുന്നത് ഗുണകരമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പരിശീലകൻ നിർണായക തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. അതേസമയം ഇത്തവണത്തെ AFC ചാമ്പ്യൻസ് ലീഗിൽ മികച്ച ഫോമിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലീഗിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും 4 ഗോളുകൾ നേടാൻ താരത്തിനായി. ഇത്തവണ അൽ നസറിന്റെ പ്രധാന ലക്ഷ്യം സൗദി പ്രോ ലീഗ് കിരീടമാണ്. ലീഗിൽ അൽ നസറിന്റെ അടുത്ത കളി വെള്ളിയാഴ്ച അൽ ഇത്തിഹാദിന് എതിരെയാണ്. അടുത്ത AFC ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നിന്ന് വിശ്രമം അനുവദിക്കപ്പെട്ട റോണോയ്ക്ക് അൽ ഇത്തിഹാദിന് എതിരായ കളിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തിരിച്ചെത്താൻ സാധിക്കും. അതേസമയം കഴിഞ്ഞ 2 മാച്ചുകളിലും റോണോ മിന്നും പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. വെള്ളിയാഴ്ച ഡമാക് FCക്ക് എതിരെ നടന്ന കളിയിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് അൽ നസർ വിജയിച്ചത്. ടീമിന്റെ 2 ഗോളുകളും നേടിയത് റോണോ ആയിരുന്നു. 17-ാം മിനിറ്റിൽ പെനാൽറ്റിയിൽ നിന്ന് ആദ്യ ഗോൾ നേടിയ ക്രിസ്ത്യാനോ 79-ാം മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തത്. നേരത്തെ അൽ ഗരാഫയ്ക്ക് എതിരെ നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും ക്രിസ്ത്യാനോ ഇരട്ട ഗോളുകൾ നേടി തിളങ്ങിയിരുന്നു. ക്രിസ്ത്യാനോയുടെ കരിയറിലെ 170-ാമത്തെ പെനാൽറ്റി ഗോളായിരുന്നു ഡമാക് FCക്ക് എതിരെ പിറന്നത്. ഈ കളിയിൽ ഇരട്ട ഗോളുകൾ നേടിയതോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയർ ഗോളുകളുടെ എണ്ണം 915 ആയിരുന്നു. ഇതിൽ 452 ഗോളുകൾ അദ്ദേഹം നേടിയത് 30 വയസ്സിന് ശേഷമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രായം 39 പിന്നിട്ടെങ്കിലും ഇപ്പോഴും മാസ്മരിക ഫോമിലാണ് ക്രിസ്ത്യാനോ. നേരത്തെ 2023 ജനുവരിയിലാണ് പോർച്ചുഗീസ് ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ എത്തിയത്. സൗദി ക്ലബിൽ ചേർന്നതിന് ശേഷം കരിയറിൽ മികച്ച ഫോമിലാണ് റോണോ. 2022-23 സീസണിൽ അൽ നസറിനായി 19 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ റൊണാൾഡോ 14 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് നേടിയത്. അൽ നസറിന് ഒപ്പം ക്രിസ്ത്യാനോയുടെ ആദ്യ മുഴുവൻ സീസൺ 2023-2024 ആയിരുന്നു. സ്വപ്ന ഫോമിലായിരുന്നു കഴിഞ്ഞ സീസണിൽ റോണോ. അൽ അലാമി എന്ന് വിശേഷിപ്പിക്കുന്ന അൽ നസറിനായി 45 കളികളിൽ നിന്ന് 44 ഗോളുകളും 13 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ താരത്തിനായി. 2024-25 സീസണിലും മികച്ച തുടക്കമാണ് സൗദി ക്ലബിൽ ക്രിസ്ത്യാനോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇക്കുറി ഇതുവരെ 18 കളികളിൽ അൽ നസറിനായി ഇറങ്ങിയ ഈ 39-കാരൻ 16 ഗോളുകളും 3 അസിസ്റ്റുകളും നേടി. മൊത്തത്തിലുള്ള ക്രിസ്ത്യാനോയുടെ അൽ നസർ കരിയർ എടുത്താൽ 82 കളികളാണ് അദ്ദേഹം അവർക്കായി കളിച്ചത്. ഇതിൽ 73 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് സമ്പാദ്യം.